കഴിഞ്ഞ ദിവസം അരൂർ എരുമല്ലൂരിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താനായാണ് അല്പസമയം മുൻപ് ഇവിടെ ഈ ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരെത്തിയത്. ദേശീയപാത വിദഗ്ധ സമിതി അംഗങ്ങളായ AK ശ്രീവാസ്തവ, SH അശോക് കുമാർ മാത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ഇവിടെ പരിശോധന നടന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷം അവർ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ NHAയുടെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ഈ പരിശോധനയിൽ എത്തിയിരുന്നു. ഈ ഗർഡർ വീണ സ്ഥലവും ഗർഡർ സ്ഥാപിച്ചിരുന്ന സ്ഥലവുമൊക്കെ ഇവർ ഉയരത്തിൽ കയറി അവർ ഈ പരിശോധന എല്ലാം നടത്തി. അശോക് ബിൽകോൺ ലിമിറ്റഡിന്റെ ആളുകൾ, ഈ ദേശീയപാത ഈ ഭാഗത്തെ പണി ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരായ അശോക ബിൽകോൺ ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ഈ പരിശോധനയിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാനായി ഇന്നലെയായിരുന്നു ഈ അപകടം നടന്നത്. ഈ ഗർഡർ താഴെ വീണ് ഹരിപ്പാട് സ്വദേശിയായ രാജേഷാണ് മരിച്ചത്. പിക്കപ്പ് വാനിൽ എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് മടങ്ങുകയായിരുന്ന രാജേഷാണ് ഇന്നലെ ഇത്തരത്തിൽ മരിച്ചത്. ഈ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഗർഡർ അത് ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് സ്ലൈഡ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ അപകടമുണ്ടായത്. വലിയ തോതിലുള്ള പ്രതിഷേധവുമൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി, കഴിഞ്ഞ 2.5 വർഷത്തിനിടെ 45 പേരോളമാണ് ഇവിടെ വിവിധ സാഹചര്യങ്ങളിലായി മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ജനരോഷവും വലിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഭാഗത്തിലാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ജില്ലാ കളക്ടർ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടും ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.